ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്കൊരു പാവയ്ക്കാത്തീയൽ ഉണ്ടാക്കാം. പാവയ്ക്കാത്തീയൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. ഓക്കെ, അന്നേരം പാവയ്ക്കാത്തീയൽ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇത് ഏകദേശം ഒരു 2 പാവയ്ക്കയുണ്ട്. ഓക്കെ, നല്ല വലിയ പാവയ്ക്കായിരുന്നു. ഇത് നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞ് എടുക്കുക. ഈ ഒരുപാട് കട്ടിയിൽ അരിയണ്ട, ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞ് എടുക്കുക. ഇനി നമ്മൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ് രസം ഒന്ന് കിട്ടാൻ വേണ്ടി ഈ പാവയ്ക്ക നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി പാവയ്ക്ക മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളവും ഒഴിച്ചു. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ പിഴുപുളിയും ചേർക്കുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് നല്ലതുപോലെ നമ്മുടെ ഈ പാവയ്ക്ക ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ പുഴുങ്ങി ഞാൻ എടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഞാനിത് പാവയ്ക്ക പുഴുങ്ങി ഇതിനി ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ പുഴുങ്ങിയ പാവയ്ക്ക എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തീയൽ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മുടെ പാവയ്ക്കയുടെ ആ വലിയ കയ്പ്പ് അങ്ങ് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിഴുപുളിയും ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ പുഴുങ്ങി എടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ നല്ലൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ കുഞ്ഞുള്ളി അഥവാ ഈ ഷാലറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചാലും മതിയാകും. ഇനിയും നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 3 നമ്മുടെ ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പിടി നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ 3-4 വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ നല്ലൊരു പിടി കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞുള്ളിയുടെ പച്ചച്ചുവയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും നേരം വഴറ്റുക. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് നമ്മുടെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഈ ചിരകിയ തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ഇത് ഈ തേങ്ങ എങ്ങനെ മൂത്ത് വരുന്ന അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറണം. തേങ്ങയൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഈ ഒരു റെസിപ്പി തന്നെയാണ് സാധാരണ എല്ലാ തീയലിനും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അന്നേരം നമ്മുടെ തേങ്ങ നല്ലതുപോലൊന്ന് മൂക്കണം. അന്നേരം ആ മൂപ്പിനനുസരിച്ചാണ് നമ്മുടെ കറിയുടെ രുചി വരുന്നത്. ഒരുപാട് അങ്ങ് മൂത്ത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ അതുപോലെ മൂക്കിയൊന്നും വേണ്ട. കണ്ടോ, ഇത് ഏകദേശം ഒരു പരുവമായി വരുന്നുണ്ട്, ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, മല്ലിപ്പൊടി ചേർക്കുക. ഇതെല്ലാം നല്ലതുപോലൊന്ന് ഇതിൻ്റെ കൂടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഇതൊന്ന് ഇതിൻ്റെ കൂടിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കും ഒരു ചെറിയ കുഞ്ഞ് പിഴുപുളി കൂടെ ചേർക്കുക. പിഴുപുളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസ് പിഴുപുളി. ഓക്കെ, ഇത് നമുക്ക് നല്ലതുപോലെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇത് കണ്ടോ, എല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇതൊന്ന് അരഞ്ഞ് കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു. കണ്ടോ, ഇതേപോലെ നല്ല വെണ്ണ പോലെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി നമ്മൾ അരച്ച് എടുക്കണം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് നമ്മളുടെ പാവയ്ക്ക നമ്മൾ പുഴുങ്ങി വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പാവയ്ക്കായും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ഇത് കണ്ടോ, നല്ല കളറ് കണ്ടാൽ തന്നെ നമ്മുടെ ഒരു നല്ലൊരു അട്രാക്റ്റീവ് കളറായിട്ടുണ്ട്. ഇപ്പം ഇത് ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർക്കുന്നത്. ഓക്കെ, ഇത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒന്നുകൂടെ ഒരു സ്വാദ് കൂടും. അപ്പം അതുപോലെ നമ്മുടെ പാവയ്ക്കയുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കുഞ്ഞുള്ളിക്ക് പകരം നമുക്ക് സവാള ചേർത്തതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അതുപോലെ കറിവേപ്പില നമ്മൾ എത്രയും കൂടുതൽ ചേർക്കുന്ന സ്വാദ് കൂടും. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കേട്ടോ, നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇത് കളയാതെ ഇതിലേക്ക് ഒഴിക്കാം. കേട്ടോ, നമ്മുടെ ഈ പാവയ്ക്കായും നമ്മുടെ അരപ്പും എല്ലാം കൂടെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി എടുക്കുക. ഓക്കെ, ഉപ്പൊക്കെ നോക്കിക്കോണം, ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കുക. ഓക്കെ, ഒരുപാടിട്ടങ്ങ് ഇളക്കി കുഴയ്ക്കുകയൊന്നും വേണ്ട.
അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അതുപോലെ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുള്ള ചാറ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചൂടുവെള്ളം മാത്രം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി എടുക്കുക. കണ്ടോ, ഇപ്പം നല്ലതുപോലെ കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, കറക്റ്റാണ്. പുളിയും എല്ലാം കറക്റ്റാണ്. പാവയ്ക്കയുടെ കയ്പ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാര ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു പീസ് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി നമ്മുടെ പാവയ്ക്ക തീയലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സി യു.